വയസ്സായവരുടെയും കിടപ്പ് രോഗികളുടെയും ചിന്ത ഇനി എന്തിനാ ജീവിക്കണേ, വല്ലോണം മരിച്ചാൽ മതി എന്നാ. പക്ഷേ മരിക്കില്ല. കാരണം തമ്പുരാനൊരു ആയുസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുവരെ എങ്ങനെയും ജീവിക്കണം. അത് കഴിയാണ്ടൊന്നും അങ്ങോട്ട് കൊണ്ടുപോകില്ല. അപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ഉള്ള കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. കാരണം നമ്മളിപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അത് ചെയ്ത് ഇത് ചെയ്ത് നടന്നിരുന്ന ആൾക്കാർക്ക് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വീട്ടിലെ അടുക്കളയിൽ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മക്കളും മരുമക്കളും പറയും, അമ്മ അവിടെ പോയിരിക്കി വല്ലയിടത്തും വീഴുമെന്ന് പറയും. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്ത വിഷമിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ എക്സസൈസുകളും ചെറിയ ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ, ശ്വാസം എടുത്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്നുള്ള നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച്, നമ്മുടെ കയ്യിനെ ഒന്ന് സ്നേഹിച്ച്, കാലിനെ ഒന്ന് സ്നേഹിച്ച്, നമ്മൾ തന്നെ ഒന്ന് തടവി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സുഖമൊന്നും വേറെ ഒന്നിനും കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുന്നതാണ് എന്ത്, നമ്മൾ ശ്വാസം എടുക്കലും ശ്വാസം വിടലും ഒക്കെ. ശ്വാസം നമ്മൾ മരിച്ചോന്ന് നോക്കുന്നത് ശ്വാസം പോയോന്ന് നോക്കല്ലേ. അപ്പോൾ ആ ശ്വാസം എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സുഖം എന്തെന്നൊക്കെ ഒന്ന് അറിയാനായിട്ടും ഇത് നമ്മളെ സഹായിക്കും. പിന്നെ കൂടാണ്ട് നമ്മുടെ രക്തോട്ടം കൂടാനും നമുക്ക് സന്തോഷം കൈവരിക്കാനും സമാധാനം ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മൾക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും ഈ കൊച്ചു കൊച്ചു യോഗ എക്സസൈസുകളും അതുപോലെ തന്നെ ശ്വസനക്രിയകളും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എല്ലാവരും കേട്ടോ. നന്ദി, നമസ്കാരം.